ഹലോ എവ്രിവൺ, ഇന്നത്തെ വീഡിയോ ബിനാലെ ബാക്കി വീഡിയോ ആണ്. ബിനാലെ ഫസ്റ്റ് സ്റ്റേജിന് ശേഷം എനിക്ക് ദാഹിച്ച സമയത്ത് ഞാൻ കരുതി കരിക്ക് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്തുള്ളത് കഴിക്കുകയും കൂടെ ചെയ്യാമല്ലോ. അപ്പോൾ ഒരു കരിക്കിന് 60 റുപ്പീസാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്കതിൽ നിന്ന് വെള്ളവും കിട്ടി. ഒത്തിരി കരിക്കുണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ഞാൻ അതൊക്കെ വാങ്ങിയിട്ട് കരിക്കാരൻ നന്നായി വെട്ടി തരുന്നുണ്ട് കേട്ടോ. വെട്ടി അവിടെ ബാക്കോട്ട് ഇറങ്ങി നിന്നാൽ നമുക്ക് ഒത്തിരി ഫിഷിങ്ങിൻ്റെ ബോട്ടുകളൊക്കെ പോകുന്ന കാഴ്ചകളൊക്കെ കണ്ട് വളരെ സ്വസ്ഥമായിട്ട് കരിക്ക് വെള്ളവും കുടിക്കാം, കരിക്കും കഴിക്കാം. അവിടെ നിൽക്കുമ്പോൾ ഒത്തിരി ഫിഷിംഗ് ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. നല്ല ഭംഗിയാണ്, അത് ആസ്വദിച്ച്. പിന്നെ ചീനവല അറിയാമല്ലോ, വല അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് ആൻ അവർ 1 അവറൊക്കെ കൂടുമ്പോൾ അതിങ്ങനെ പൊക്കവും ഉയർത്തവും താഴ്ത്തവും ചെയ്യുന്നുണ്ട് മീൻ കിട്ടിയോ എന്നറിയാൻ. പിന്നെ ഈ കാണുന്ന പെയിൻറ്റിങ്സൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത് ആ ഫോർട്ട് കൊച്ചി റോഡിൽ തന്നെയാണ്. ഇത് കോസ്റ്റ് ഗാർഡിൻ്റെ ബിൽഡിംഗ് ആണ്, ഓഫീസാണ് അതിനടുത്തായിട്ട്. അവിടെ നമ്മൾ നടന്ന് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തീമുള്ള ഒരു ബിനാലെ സ്റ്റേജ് ഇതാണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട്. ഇത് പൊന്നുപോലെ, അതായത് ലൈക്ക് ഗോൾഡ് എന്ന് പറയും. അത് ബേസിക്കലി എനിക്കിതിൽ നിന്ന് മനസ്സിലായത് നമ്മൾ പെൺകുട്ടികളെ ഇപ്പോഴല്ല, ഇപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഫോർവേഡായിട്ട് ചിന്തിക്കുന്നുണ്ട്. പണ്ടൊക്കെ വളർത്തുന്നത് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, വായ തുറന്ന് ചിരിക്കല്ലേ, പെൺപിള്ളേർ കുതിരപ്പുറത്തിരിക്കാൻ പാടില്ല, കാല് കൂട്ടി വെച്ച് നല്ല പെൺകുട്ടികളെ പോലെ ഇരിക്കണം, ചെറിയ ഉടുപ്പിടരുത്, പിന്നെ വെയിലത്ത് പോവണ്ട, ഇനി നീ കറുക്കും, പെൺകുട്ടികളായാൽ നല്ല അടക്കവും ഒതുക്കവും വേണം, ചുണ്ട് കടിക്കല്ലേ, ആൾക്കാർ എന്ത് വിചാരിക്കും എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള തീമാണ്. അതായത് പൊന്നുപോലെ വളർത്തുന്നു. ആ ഗോൾഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് പെൺകുട്ടികളെ റെപ്രസെൻ്റ് ചെയ്താണ് ആർട്ട് ഓരോ ഫ്രെയിംസിലായിട്ട് വെച്ചേക്കുന്നത്. അങ്ങനെ ഒത്തിരി ഫ്രെയിംസ് ഉണ്ടത്. ഫ്രെയിംസ് വെറും ഫ്രെയിംസ് മാത്രമല്ല, ഇത് കൂടാണ്ട് കുറേ ഉപദേശങ്ങൾ പെൺകുട്ടികൾക്ക് കൊടുത്താണ് വളർത്തുന്നത്. ഇനി ഇതൊക്കെ അനുസരിച്ച് ജീവിച്ചവർ ഈ ലോകത്ത് ജയിച്ചത് എത്രത്തോളം, ഒരു 1% ആളുകൾ നല്ല ലൈഫിൽ ജീവിച്ചിട്ടുണ്ടായിരിക്കാം ഈ പറഞ്ഞ ഗൈഡൻസ് കിട്ടിയിട്ട്. ഇനി അതൊക്കെ അല്ല, ഇതിൽ തോറ്റുപോയ ആൾക്കാരുണ്ടാവും അല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞനുസരിച്ച് ജീവിച്ചിട്ടും ഒത്തിരി വിസ്മയന്മാരും ഉത്തരന്മാരും ഒക്കെ ജനിച്ച നാടാണ് നമ്മുടെ കേരളം അല്ലേ. ഇതിലൊന്നുമല്ല ഈ കൊടുക്കുന്ന അച്ഛനമ്മമാർ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ഗൈഡൻസ് അല്ല ഒരു പെൺകുട്ടിയെ മുന്നോട്ട് നയിക്കുന്നത്. അവരുടെ കംഫർട്ടിനനുസരിച്ച് ജീവിക്കാനും അവർക്ക് എന്താണോ കംഫർട്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് ഇരിക്കാനും അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും അവർക്ക് ഇഷ്ടമുള്ളത് പഠിക്കാനും എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാനും മാത്രം നിങ്ങൾ ശ്രമിക്കുക.